ഈ ഗുരുവായൂർ അമ്പലനടയിൽ ഇവരോട് കാണാൻ വേണ്ടി പോയി. ഇവരെല്ലാം മിക്കവാറും ആളുകളും ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടു. പിന്നെ പഞ്ചവത്സര പദ്ധതി ഇവരെല്ലാവരും കാണാൻ വേണ്ടി വന്നു എൻ്റെ കൂടെ. മാഷ് ഇതേപോലെ സർവേക്ക് പോകുമ്പോൾ മാഷ് പറയും ഇന്ന് സിനിമക്ക് പോകുന്നുണ്ട് വരണോട്ടം, ഇന്ന് ടക്കീസ് എന്ന് പറയും. നല്ല നിങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കുന്നുണ്ടോ? ഇന്ന താൻ കേസുകൊട് എന്ന സിനിമ കാണാത്തവരായി മലയാളികൾ വളരെ കുറവായിരിക്കും. അതിൽ കുഞ്ഞികൃഷ്ണൻ മാഷുടെ റോളും നമുക്ക് വളരെ ഹൃദിസ്ഥമാണ്. വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് കുഞ്ഞികൃഷ്ണൻ മാഷ്. കുഞ്ഞികൃഷ്ണൻ മാഷ് നമുക്കൊപ്പം ചേരുകയാണ്. പടന്ന ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായ അദ്ദേഹം ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ അത് മാതൃകാപരമായി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാഷേ, എന്തൊക്കെയാണ് ഈ വാർഡിൽ 9-ാം വാർഡ് അല്ലേ, പടന്ന ഗ്രാമപഞ്ചായത്തിലെ 9-ാം വാർഡ്, അവിടെ എന്തൊക്കെയാണ് മാതൃകാപരമായ പ്രവർത്തികൾ നടപ്പിലാക്കുന്നത്? മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാർഡിലെ മാലിന്യങ്ങൾ പരമാവധി നീക്കം ചെയ്യുന്നതിനാവശ്യമായിട്ടൊരു പ്രവർത്തനം നമ്മൾ നടത്തി. കഴിഞ്ഞ ദിവസം ലെതർ ബാഗ്, അതുപോലെ തന്നെ ഷൂ, ചെരുപ്പ്, ഇതുപോലെയുള്ള എല്ലാ മാലിന്യങ്ങളും, തുണി മാലിന്യങ്ങളൊക്കെ ഇഷ്ടം ഒരു 3 ലോഡ് നമ്മുടെ എല്ലാ വീടുകളിൽ നിന്ന് ശേഖരിച്ച് അത് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അത് വലിയൊരു പ്രവർത്തനമായിട്ട് നടത്തി, എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഊവുചാലുകൾ വൃത്തിയാക്കുന്നൊരു പ്രവർത്തനം ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 3 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എൻ്റെ വീട് ശുചിത്വ വീട്, എൻ്റെ ഗ്രാമം ശുചിത്വ ഗ്രാമം എന്നാണ് അതിൻ്റെ മുദ്രാവാക്യം തന്നെ. ആ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ 3 വർഷവും എല്ലാ വീടുകളും കയറിയിറങ്ങുകയും, അത് ആശാവർക്കർമാരുണ്ട്, ഹെൽത്ത് ജോലി ചെയ്യുന്നവരുണ്ട്, അല്ലാത്ത വളണ്ടിയർമാരുണ്ട്, നമ്മുടെ വളണ്ടിയർമാരുണ്ട്. എല്ലാവരുടെ സഹായത്തോടു കൂടി നമ്മുടെ വാർഡിലെ 270 വീടും സന്ദർശിച്ച് ആദ്യം ലഘുലേഖ കൊടുത്തു. വീടും പരിസരവും വൃത്തിയാക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ 2ാം ഘട്ടത്തിൽ അവർ എല്ലാ വീടും കയറി ക്രൈറ്റീരിയ വെച്ച് അവർക്ക് മാർക്കിടും ഓരോന്നിനും. ഇപ്പോൾ 100-ലാണ് മാർക്ക്. ഓരോ ക്രൈറ്റീരിയ വെച്ച് അതിലേറ്റവും മികച്ച വീട് കണ്ടെത്തും ഓരോ സ്ക്വാഡും. അതിൽ നിന്ന് 2-3 വീട് തിരഞ്ഞെടുത്ത് 2ാം ഘട്ടത്തിൽ വീണ്ടും പരിശോധിച്ച് അതിലേറ്റവും മികച്ച വീടിൻ്റെ ഗൃഹനാഥയ്ക്ക് അല്ലെങ്കിൽ ഗൃഹനാഥന് ശുചിത്വ പുരസ്കാരം നൽകുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നൊരു ഗുണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നമുക്ക് ഡെങ്കിപ്പനി അതുപോലെയുള്ള പകർച്ചപ്പനികൾ പടർന്നു പിടിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നല്ല ഇടപെടലാണ് ഈ ആരോഗ്യരംഗത്ത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ആളുകൾ, ഈ വീട്ടുകാരൊക്കെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ടോ? എല്ലാവരും നന്നായി സഹകരിക്കുന്നുണ്ട്. പിന്നെ അത് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല, ചില വീടുകൾ വേണ്ടത്ര ഈ ഒരു ബോധത്തിലേക്ക് വരാത്ത ആളുകളും ഇല്ലാന്നൊന്നും പറയില്ല. 100% അല്ലെങ്കിലും ഒരു 90% വീടുകളും വൃത്തിയാക്കുന്നതിൽ നന്നായി സഹകരിക്കുന്നുണ്ട്. അവിടെ ഒരു മജിസ്ട്രേറ്റായി മാറേണ്ടി വരാറുണ്ടോ? ഇല്ലില്ല, വളരെ സ്നേഹത്തോടു കൂടി ആ മജിസ്ട്രേറ്റ് തന്നെയാണ്. ഒരു സ്നേഹത്തോടെ കൂടിയില്ലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ. ആരെയും നിർബന്ധിച്ച് ചെയ്യേണ്ടല്ല, അതാത് തോന്നേണ്ടതാണ്. എൻ്റെ വീടും പരിസരവും വൃത്തിയാക്കുന്നുള്ളത് ഒരു ശുചിത്വ ബോധം അവർക്ക് തന്നെ ഉണ്ടാവുന്നുണ്ട്. അതുണ്ട്, നല്ല മാറ്റമുണ്ട്. നമുക്ക് പറയാം, കൊതുകുജന്യ രോഗങ്ങൾ വളരെ വ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് വെള്ളം കെട്ടിക്കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് രോഗങ്ങൾ, പകർച്ചവ്യാധികളൊക്കെ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതെങ്ങനെയാണ് ഈ പടന്ന പഞ്ചായത്തിൽ, പ്രത്യേകിച്ച് ഈ 9-ാം വാർഡിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ ധാരാളമായിട്ട്? കഴിഞ്ഞ വർഷം പടന്ന പഞ്ചായത്തിലും അതുപോലെ തന്നെ 9-ാം വാർഡിലും ഇത്തരം പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കൊതുകുജന്യ രോഗങ്ങൾ വളരെ കുറവാണ്, റിപ്പോർട്ട് ചെയ്ത് വളരെ വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർക്ക് അവർക്ക് പറയാൻ വേണ്ടി പറ്റും 1-2 കേസ്. അത് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, അതായത് താമസം മാറി വന്ന് അങ്ങനെ ഉള്ള കേസല്ലാതെ പരമാവധി രോഗം കുറവാണ്. തൻ്റെ ഒരു സിനിമ പ്രൊഫൈൽ കൂടി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് ഉപകാരപ്പെടുന്നുണ്ടോ ഈ ഒരു ശുചിത്വവുമായി ബന്ധപ്പെട്ട്? ഇത് മെമ്പറാണ് ആദ്യമായത്, പിന്നീടാണ്. പക്ഷേ അതിനു മുമ്പേ തന്നെ ആളുകൾ നല്ല രീതിയിൽ സഹകരിക്കുന്ന, എല്ലാ തരത്തിലും എല്ലാ ആളുകളും നന്നായി സഹകരിക്കുന്ന ഒരു വാർഡാണ്. തൻ്റെ പ്രൊഫൈൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ ഇപ്പോൾ ഈ ഘട്ടത്തിൽ? പ്രൊഫൈൽ ഉപയോഗപ്പെടുത്തേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ ആളുകൾ നന്നായി സഹകരിക്കുന്നില്ല. അത് പിന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു ഗുണം കിട്ടുമല്ലോ എന്തായാലും. മറ്റ് സിനിമാ അനുഭവങ്ങൾ അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട അടുത്ത പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ 21-ാം തീയതി വിശേഷം നല്ലൊരു സിനിമ ഇറങ്ങാനുണ്ട്. അത് തൊട്ടടുത്ത മാസം ജൂലൈ 13-ന് ഒരു ജാതകം ഇറങ്ങാനുണ്ട്. അതിൻ്റെ പുറകെ ഓർമ്മചിത്രം, അങ്ങനെ കുറേ ചിത്രം, ഒരു 8 സിനിമ ഇപ്പോൾ പെട്ടിയിലായിട്ടുണ്ട്. തമാശയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, അതിൻ്റെ പ്രൊമോഷൻ വർക്ക് ഈ ഹരിതകർമ്മസേന അംഗങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടോ? അതിന് ഇവരിലോട് ഞാൻ ഇപ്പോൾ ഈ ഗുരുവായൂർ അമ്പലനടയിൽ ഇവരോട് കാണാൻ വേണ്ടി പോയി. ഇവരെല്ലാം മിക്കവാറും ആളുകൾ ഗുരുവായൂർ അമ്പലനടയിൽ കണ്ടു. ഇപ്പോൾ എല്ലാവരും ദിവസവും കണ്ട്, ഇപ്പോൾ ഇന്നലെ കണ്ടവരും പറഞ്ഞിട്ടുണ്ട് നല്ല സിനിമയാണ്. ഇപ്പോൾ ഇവർ തന്നെ പരസ്പരം പറഞ്ഞിട്ടുണ്ട് നല്ല സിനിമയാണെന്ന് കാണണം എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പറയാതെ തന്നെ. ഇവർക്ക് ടിക്കറ്റൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടോ? അത്യാവശ്യം ആരെങ്കിലും പറഞ്ഞാൽ കൊടുക്കുകയും ചെയ്യും. കൊടുക്കാറുണ്ടോ? പറ്റില്ല. മാഷ് വിളിച്ചായിരുന്നു. എല്ലാവരും സ്നേഹത്തോട് ക്ഷണിക്കുന്ന മാഷ് ഇതേപോലെ സർവേക്ക് പോകും. അപ്പോൾ മാഷ് പറയും ഇന്ന് സിനിമക്ക് പോകുന്നുണ്ട് വരണോട്ടം, ഇന്ന് ടക്കീസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇവരൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പഞ്ചവത്സര പദ്ധതി ഇവരെല്ലാവരും കാണാൻ വേണ്ടി വന്നു എൻ്റെ കൂടെ.
ആ അതെ അതെ മോനല്ലേ ഇവർ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഞ്ചവത്സര പദ്ധതി ഇവരെല്ലാം ഒന്നിച്ച് കണ്ടാണ്. മാഷ് അഭിനയം എങ്ങനെയുണ്ട്? നല്ല അഭിനയം, രസം. നിങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കുന്നുണ്ടോ? നമുക്ക് നമ്മളെപ്പോഴും അടങ്ങിയിരിക്കാൻ പറ്റൂല മാഷ്. ഓരോന്ന് ചെയ്യുന്ന പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വീടും പരിസരമെല്ലാം വൃത്തിയാക്കാനും ദിവസം ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി മാഷ് പറയും. ചെടി നടാനും അങ്ങനെയെല്ലാം പറയും. നമ്മൾ അതെല്ലാം ചെയ്യും. നിങ്ങൾക്ക് മുന്നിൽ പച്ചയ മനുഷ്യനാണ്. തീർച്ചയായും ഇല്ല, അഭിനയമില്ല. നമ്മൾ ആദ്യം എങ്ങനെ കണ്ടോ അതേപോലെ തന്നെ മാഷന് ഇപ്പോൾ. എന്നാൽ താൻ പോയി കേസ് കൊടുക്കുക. അതിലും ഇപ്പോൾ നമ്മൾ നടക്കുമ്പോൾ അത് എന്തായാലും മാഷിൻ്റെതായ രീതി മാത്രമേ ഉള്ളൂ. അഭിനയമില്ല. സിനിമയിലായാലും അഭിനയമില്ല. സാറിൻ്റെ ജീവിതം തന്നെ അത്. മാഷേ, വലിയ തരത്തിൽ താങ്കൾക്ക് വലിയൊരു പ്രൊഫൈലുണ്ട്. ഇപ്പോൾ ഇവിടെ താങ്കൾ ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്ന ഒരു പദ്ധതി കൂടിയുണ്ട്. കാരണം ശുചിത്വം എങ്ങനെ പരിപാലിക്കണം, ജനങ്ങൾ എങ്ങനെയാണ് ഇതിനോട് സഹകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൻ്റെ ആ വലിയൊരു ക്യാൻവാസിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക? ഗവൺമെൻറ് നല്ല നിലയിൽ ഈ പ്രചരണം നടത്തുന്നുണ്ട്. ഈ രംഗത്ത് നല്ല പ്രചരണം നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണവും നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ വേണ്ടത്ര അർത്ഥത്തിൽ അത് ആയി എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ് ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞാലും പല ആളുകളും പല ഫംഗ്ഷനും ഡിസ്പോസിബിൾ ഗ്ലാസ് അതുപോലെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ബോധം ഉണ്ടാവാതെ മറ്റ് ആരും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. മാലിന്യങ്ങൾ വലിച്ചെറിയരുത് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, നമുക്ക് ഒരു ബോധം ഉണ്ടാവണം. മാലിന്യം വലിച്ചെറിയാൻ വേണ്ടി പാടില്ല, അത് നമുക്ക് തന്നെയാണ് ദോഷം എന്ന് ആളുകൾക്ക് ബോധ്യമാവാത്തിടത്തോളം കാലം ഗവൺമെൻറ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളിൽ പലരുടെയും ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതൊന്നും താൻ ചെയ്യേണ്ടതല്ല, ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ടതാണ്, അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് വേറെ സംഭവം. ഹരിതകർമ്മസേന ഇതെല്ലാം ചെയ്യേണ്ടത്, നമ്മൾ ഉത്തരവാദിത്തമല്ല. ഇതെല്ലാം ഹരിതകർമ്മസേന ചെയ്യേണ്ടതാണെന്നുള്ളൊരു ആളുകൾക്കൊരു അഭിപ്രായമുണ്ട്. പക്ഷെ അതൊന്നും അല്ല. നമ്മൾ പരമാവധി വൃത്തിയാക്കുക, നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കുക, മാലിന്യങ്ങൾ മറ്റു സ്ഥലത്തേക്ക് വലിച്ചെറിയാതിരിക്കുക, അതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് ഹരിതകർമ്മസേനയ്ക്ക് മാസത്തിൽ ഒരു 50 രൂപ കൊടുത്താൽ തങ്ങളുടെ ഉത്തരവാദിത്തം ദൗത്യം കഴിഞ്ഞു എന്നുള്ള ചിന്താഗതിയിലാണ് പലരും മുന്നോട്ട് പോകുന്നത്. അത് മാറണം. അത് മാറിയാലേ രക്ഷയില്ലൂ. ഈ 50 രൂപ പോലും കൊടുക്കാൻ മടിക്കുന്നുണ്ട്. നമ്മുടെ അടുത്തെല്ലാം വലിയ കുഴപ്പമില്ല, എല്ലാവരും കൊടുക്കുന്നുണ്ട്, ആരും ബുദ്ധിമുട്ടില്ല. ഏതായാലും കുഞ്ഞികൃഷ്ണൻ മാഷ് പറഞ്ഞു വരുന്നത് ഇത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ്, പരിസരം ശുചീകരിക്കേണ്ടത് അവർ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ ദൗത്യം തൻ്റെ പ്രൊഫൈൽ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ ഈ ഒരു ക്യാൻവാസ് വലിയ തരത്തിൽ കേരള തരത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമം കൂടി അദ്ദേഹം നടത്തുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. ഏതായാലും വളരെ നമ്മൾ ജൈവ പച്ചക്കറി കൃഷി മത്സരമുണ്ട്. നമ്മളെല്ലാ ആളുകൾക്കും ജൈവ വിത്ത് കൊടുത്ത് കൃഷി ചെയ്യുന്ന പരിപാടി. ഏറ്റവും നല്ല കർഷകരെ തിരഞ്ഞെടുത്തു. ഇപ്പോൾ 3 പേർക്ക് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൈവ കർഷകരിലെ അവാർഡ് നമ്മളെ വാർഡിൽ കൊടുത്തിട്ടുണ്ട്. അവാർഡ് തിരഞ്ഞെടുക്കുമ്പോൾ അത് ആർക്ക് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ പച്ചക്കറി ഒരുപാട് ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് നല്ല കർഷകരെ തിരഞ്ഞെടുക്കും. അതൊരു കൃഷി ചെയ്യാനൊരു പ്രോത്സാഹനം മാത്രമാണ്. ഒരു മത്സരം എന്നുള്ള അർത്ഥത്തിലല്ല. പരമാവധി ആളുകൾ കൃഷി ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്. സിനിമയുണ്ട്, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്ന ആ ഉത്തരവാദിത്തം നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുന്നുണ്ട് എന്നാണ് ഏതായാലും മാഷി ഇപ്പോൾ പറയുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം ഈ മഴക്കാലപൂർവ്വമായി ഇരിക്കുന്ന ഈ സമയത്ത് കാലവർഷം എത്തുകയാണ്, എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് നടത്തണമെന്ന് തന്നെയാണ് ഇപ്പോൾ മാഷ് നമ്മോട് പറയുന്നത്. നമുക്കെല്ലാവർക്കും അദ്ദേഹം പറയുന്നത് കേൾക്കാമെന്ന് തന്നെയാണ്. വലിയൊരു സന്ദേശം കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. കാസർഗോഡ് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മനിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ് ഇൻ റിപ്പോർട്ടർ.